إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനിയായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഏത് സാഹചര്യത്തിലും അനുസരിച്ച് ജീവിക്കാനും ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ മൂലധനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഈ ദുനിയാവിൽ നൽകിയ സമയമാണ്. സമയത്തിൻ്റെ വിഷയത്തിൽ എല്ലാവരും സമമാണ്. ബുദ്ധിയുള്ളവനായാലും ഇല്ലാത്തവനായാലും, പണമുള്ളവനായാലും അതില്ലാത്തവനായാലും, മുസ്ലിമായാലും കാഫിറായാലും എല്ലാവരും സമയത്തിൻ്റെ വിഷയത്തിൽ തുല്യരാണ്. നമ്മുടെ സമ്പത്ത് അത് നഷ്ടമായാൽ ഒരു പക്ഷേ അത് തിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചേക്കാം. എന്നാൽ നമ്മുടെ സമയം അത് നഷ്ടമായാൽ നഷ്ടമായത് തന്നെയാണ്. നമുക്ക് മുമ്പിലുള്ള സമയത്തെ ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് സമയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ജനിച്ച് ജീവിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള ജീവിതവും ഒരുപാട് ദൈർഘ്യമുള്ള ജീവിതമാണ്. ഖബറിലെ ജീവിതം ഒരുപാട് ദൈർഘ്യമുള്ള ജീവിതമാണ്. അത് കഴിഞ്ഞ് സഹോദരങ്ങളെ, ഖിയാമത്ത് നാൾ, യൗമുൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തെക്കുറിച്ച് പറയുന്നു, കാന മിഖ്ദാറുഹു 50000 സന, 50000 വർഷം ദൈർഘ്യമുള്ള ദിവസമാണ്. അത് കഴിഞ്ഞ് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നു. അവിടെ പിന്നെ അങ്ങോട്ട് ശാശ്വതമായ ജീവിതമാണ്. അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് മുമ്പിലുള്ള ഈ ദുനിയാവിലെ ജീവിതം വളരെ നിസ്സാരമാണ്. സത്യനിഷേധികളുമായി നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന ഒരു സംഭാഷണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറയുന്നു, ഖാല കം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ, നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ച വർഷങ്ങളുടെ എണ്ണം എത്രയാണ്? ഖാലു, അവർ പറയും, ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഞങ്ങൾ ഈ ദുനിയാവിൽ ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ കുറച്ചു ഭാഗമോ മാത്രമാണ് ജീവിച്ചത്. ഫസ്അലിൽ ആദീൻ. ഖാല, അല്ലാഹു പറയും, ഇല്ലബിസ്തും ഇല്ലാ ഖലീല, നിങ്ങൾ കുറച്ചു മാത്രമാണ് ജീവിച്ചത്. ലൗ അന്നകും കുൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആ കാര്യത്തെ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന ആശയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അഫഹസിബതും, നിങ്ങൾ കരുതി വച്ചിരിക്കുകയായിരുന്നോ, അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ കരുതി വച്ചിരിക്കുകയായിരുന്നോ, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ കരുതി വച്ചിരിക്കുകയാണോ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ഈ ദുനിയാവിലെ ദിവസം വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് എന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കാൻ
നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സമയത്തിന് അള്ളാഹുവിന്റെ ദീൻ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് കാണാൻ സാധിക്കും. വദ്ദുഹാ, ദുഹാ സമയം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, രാത്രി അത് ശാന്തമാകുമ്പോൾ ആ രാത്രി തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ യഗ്ഷ, മൂടിക്കൊണ്ടിരിക്കുന്ന രാത്രി തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ല, പ്രത്യക്ഷമാകുമ്പോൾ പകൽ തന്നെയാണ് സത്യം. പ്രത്യക്ഷമാകുന്ന പകൽ തന്നെയാണ് സത്യം. വൽ ഫജ്ർ, പുലരി തന്നെയാണ് സത്യം. അവസാനം വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സത്യം ചെയ്യുമ്പോൾ ആ കാര്യം അത്രമേൽ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഇത് തന്നെ മതിയാകും. സഹോദരങ്ങളെ, സമയമെന്ന് പറയുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കാൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. ഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാര ഖിൽഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെയും പകലിനെയും മാറി മാറി വരുന്നതാക്കി തീർത്തവനാണ്. ലിമൻ അറാദ അൻ യസ്ദക്കറ ഔ അറാദ ശുകൂറ, ആലോചിക്കുന്നവർക്ക് വേണ്ടി, നന്ദി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി രാപ്പകലുകളെ മാറി മാറി വരുന്നതാക്കി തീർത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമah, ഒരു അടിമയുടെയും രണ്ട് കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ ഖിയാമത്ത് നാളിൽ സാധിക്കുകയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ, തന്റെ ആയുസ്സും എന്തിൽ നശിപ്പിച്ചു കളഞ്ഞു എന്നതിനെക്കുറിച്ച് ചോദിക്കാതെ ഒരു അടിമയുടെയും രണ്ട് കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന മറ്റു ചില ചോദ്യങ്ങളെക്കുറിച്ചും തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ ഈ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരുടെ സമയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിച്ച് ജീവിച്ചവരാണ്. മഹാനായ ഇമാം നവവി റഹിമഹുള്ളയുടെ പേര് കേൾക്കാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? മഹാനായ പണ്ഡിതൻ ഇമാം നവവി റഹിമഹുള്ള, അദ്ദേഹം ഏകദേശം 44-45 വയസ്സോളമാണ് അദ്ദേഹം ഈ ദുനിയാവിൽ ജീവിച്ചത്. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ജീവിത കാലയളവ് അത്ര കുറവായിരുന്നു. ഓരോ ദിവസവും 12ഓളം ദർസുകളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും പരമാവധി 12ഓളം ദർസുകളിൽ മഹാനായ ഇമാം നവവി റഹിമഹുള്ള പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ബാക്കി വെച്ചുപോയ ഗ്രന്ഥങ്ങൾ, അദ്ദേഹം സമാഹരിച്ച ഹദീസ് ഗ്രന്ഥങ്ങൾ, സഹോദരങ്ങളെ, അതിന്റെ ബറക്കത്ത് എത്രമാത്രം വലുതാണ്. ഇന്നും അഹ്ലുസുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ബാക്കി വെച്ചുപോയ ഗ്രന്ഥങ്ങൾ, അദ്ദേഹം ബാക്കി വെച്ചുപോയ അടയാളങ്ങൾ, അതിനെ സ്വീകരിച്ചു പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. സഹോദരങ്ങളെ, അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ സമയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. മഹാനായ ഇമാം ഷൗക്കാനി റഹിമഹുള്ള, അദ്ദേഹം ഓരോ ദിവസവും 13ഓളം ദുറൂസുകളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം പഠിപ്പിക്കുന്നതും അദ്ദേഹം പഠിക്കുന്നതുമായ ദുറൂസുകൾ, അങ്ങനെ 13ഓളം ദുറൂസുകളിൽ മഹാനായ ഇമാം ഷൗക്കാനി റഹിമഹുള്ള പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇബ്നു അത്തിയ്യ റഹിമഹുള്ള അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരി ആദ്യം മുതൽ അവസാനം വരെ 700 തവണയാണ് അദ്ദേഹം വായിച്ചിട്ടുള്ളത്. 700 തവണയാണ് അദ്ദേഹം അത് വായിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്താണത്, ഈ ദീനിനോടുള്ള സ്നേഹമാണത്, അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആഗ്രഹമാണത്. 700ഓളം തവണയാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഇമാം സമആനി റഹിമഹുള്ള, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 7000ഓളം ഉസ്താദുമാരുണ്ടായിരുന്നു എന്നാണ്. നാട്ടിലും പുറത്തുമായി അദ്ദേഹത്തിന് 7000ഓളം ഉസ്താദുമാരുണ്ടായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ വിഷയത്തിൽ
അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന വിഷയത്തിൽ അത്രയധികം യാത്ര ചെയ്ത് ഓരോ വിഷയത്തിലും ഓരോ ഫന്നിലും ആ വിഷയത്തിൽ നിപുണരായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ജീവിതത്തെ ആ രൂപത്തിൽ അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ്. മഹാനായ ഇമാം അബ്ദുൽ മാലിക് ബിൻ ഹബീബ് റഹിമഹുല്ല അദ്ദേഹത്തിന് 1000-ലധികം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. 1000-ലധികം ഗ്രന്ഥങ്ങൾ. ഇബ്നുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹത്തിനും 1000-ലധികം ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, എന്തെങ്കിലും എഴുതി വെച്ചതല്ല, ഭാവനകളല്ല, കഥകളല്ല, കവിതകളല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന 1000-ലധികം ഗ്രന്ഥങ്ങളാണ് മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലക്കുണ്ടായിരുന്നത്. മഹാനായ ഹമ്മാദ് ഇബ്നു സലമ റഹിമഹുല്ല അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. ലൗ ഖീല ലി ഹമ്മാദ് ഇബ്നു സലമ ഇന്നക തമൂതു ഗദ. മഹാനായ ഹമ്മാദ് ഇബ്നു സലമയോട് താങ്കൾ നാളെ മരിക്കുമെന്ന് പറയപ്പെട്ടാൽ, ഹമ്മാദ് ഇബ്നു സലമയോട് താങ്കൾ നാളെ മരിക്കുമെന്ന് പറയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പുതിയതായി പ്രത്യേകിച്ച് അധികമായി ഒന്നും ചെയ്യാനില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ആ രൂപത്തിൽ ജീവിതത്തിന്റെ ഓരോ സമയങ്ങൾക്കും മൂല്യം നൽകി അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല രൂപത്തിൽ ചെലവഴിച്ച വ്യക്തിത്വമായിരുന്നു മഹാനായ ഹമ്മാദ് ഇബ്നു സലമ റഹിമഹുല്ല. നമ്മളോട് നാളെ മരിക്കുമെന്ന് പറയപ്പെട്ടാൽ നമ്മുടെ ജീവിതം ആകപ്പാടെ മാറിമറയും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയതായി ചെയ്യാനുണ്ടാകും. ഹമ്മാദ് ഇബ്നു സലമ റഹിമഹുല്ലയെ സംബന്ധിച്ചിടത്തോളം നാളെ മരിക്കുമെന്ന് പറയപ്പെട്ടാലും ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പുതിയതായൊന്നും ചെയ്യാനില്ലാത്ത രൂപത്തിൽ അത്രയും സക്രിയമായിരുന്നു. ക്രിയാത്മകമായ രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച് സമയങ്ങളെ ചെലവഴിച്ച വ്യക്തിത്വമായിരുന്നു മഹാനായ ഹമ്മാദ് ഇബ്നു സലമ റഹിമഹുല്ല. നോക്കൂ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ മരണം നമസ്കാരത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചത് റഹിമഹുല്ല. നോക്കൂ സഹോദരങ്ങളെ, മഹാനായ അബു യൂസുഫ് അൽ അൻസാരി റഹിമഹുല്ല, ഇമാം അബു ഹനീഫയുടെ ശിഷ്യനാണ് അബു യൂസുഫ് അൽ അൻസാരി റഹിമഹുല്ല. അദ്ദേഹം രോഗബാധിതനായി കിടക്കുകയാണ്. അദ്ദേഹത്തിന് രോഗത്തിന്റെ പ്രയാസം കൊണ്ട് ഇടയ്ക്കിടെ ബോധം മറയും. അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹത്തെ കാണാൻ വന്നു. ബോധം തെളിഞ്ഞപ്പോ താൻ ഇൽമ പകർന്നു കൊടുക്കുന്ന ശിഷ്യനെ കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചത്, അബു യൂസുഫ് അൽ അൻസാരി റഹിമഹുല്ല ചോദിച്ചത്, മാ തഖൂലു ഫീ ഹാദിഹിൽ മസ്അല, ഈ വിഷയത്തെക്കുറിച്ച്, ഈ മസ്അലയെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ്. ശിഷ്യൻ വിഷമത്തോടുകൂടെ ചോദിച്ചു, അങ്ങ് ഈ സമയത്തും ഇത്തരം കാര്യങ്ങളാണോ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ, നമുക്ക് പഠിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ ദീൻ സംസാരിച്ച്, ദീനിന്റെ ഇൽമ് ഈ രൂപത്തിൽ സംസാരിച്ച് ബാക്കി വെച്ചു പോയാൽ അതൊരു വെളിച്ചമായി ആർക്കെങ്കിലും അത് ബാക്കി നിന്നാൽ അതല്ലേ ഖൈർ എന്ന രൂപത്തിൽ മഹാനായ അബു യൂസുഫ് അൽ അൻസാരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ശിഷ്യനോട് ചോദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ആധുനിക കാലത്ത് ജീവിച്ചു മരിച്ച പണ്ഡിതൻ ഹാഫിദുൽ ഹക്കമി റഹിമഹുല്ല അദ്ദേഹം ബാക്കി വെച്ച അസറുകൾ ഇൽമിനെ സ്നേഹിക്കുന്നവർക്ക്, ദീൻ പഠിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം 35 വയസ്സുവരെ മാത്രമാണ് അദ്ദേഹം ജീവിച്ചത്. സഹോദരങ്ങളെ, മഹാന്മാരായ നമ്മുടെ ഈ മുൻഗാമികൾ, അവരുടെ ജീവിതത്തിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമയത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിച്ചു അള്ളാഹുവിന് തൃപ്തിയുള്ളവരായി ജീവിച്ചു മരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അൽഹംദുലില്ലാഹി الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين عهده. സഹോദരങ്ങളെ, മരണപ്പെടുന്ന സമയത്ത് മനുഷ്യൻ പറയുന്നൊരു വർത്തമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. മരണം വരുന്ന സമയത്ത് മനുഷ്യൻ പറയും, റബ്ബിർജിഊൻ, എന്നെയൊന്ന് മടക്കണം അല്ലാഹുവേ, റബ്ബേ എന്നെയൊന്ന് മടക്കണം. ലഅല്ലി അഅമലു സാലിഹൻ ഫീമ തറക്, ഞാൻ ഉപേക്ഷ വരുത്തിയ കാര്യങ്ങൾ പരിഹരിച്ച്
സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് മനുഷ്യൻ വിലപിക്കുമെന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ആ വിലാപം അത് കാതോർക്കപ്പെടുകയില്ല, അത് പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നരകത്തിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ സത്യനിഷേധികൾ ഇതുപോലെ വിലപിക്കുന്നുണ്ട്. പരലോകത്തേക്ക് എത്തുമ്പോൾ മനുഷ്യൻ ഇതുപോലെ വിലപിക്കുന്നുണ്ട്. ആ വിലാപങ്ങളൊന്നും പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്ക് മുമ്പിലുള്ള ഈ സമയത്തെ നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് മുമ്പിലുള്ള ഈ സമയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാനായി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിയാൽ പിന്നീട് നമ്മുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. പരലോകത്ത് ചെന്ന് വിലപിച്ചാൽ ആ വിലാപം പരിഗണിക്കപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കി സഹോദരങ്ങളെ, ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നമ്മൾ ചെയ്ത തിന്മയിൽ നിന്ന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ സമയത്തെ ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗിച്ച് നല്ല അടിമകളായി ജീവിക്കാനുള്ള പരിശ്രമം നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ള രൂപത്തിൽ ജീവിച്ചു മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദ് മുറുകെ പിടിച്ച് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ച് നല്ല മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.